നീ ഒരു കാലത്തും ഒരു ഗുണം പിടിക്കൂല. ഞാൻ ഉറപ്പ് പറയാം. ഞാൻ ഈ പറഞ്ഞ വോയിസ് എഴുതി വെച്ചോ. ഒരു കാലത്തും ഒരു ഗുണം പിടിക്കില്ല. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം നിൻ്റെ അച്ഛൻ, അമ്മ, പെങ്ങള്, ഇവർക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരിക്കലും മാറാത്ത ഒരു സംഭവം വരുമ്പോൾ നിനക്ക് ഈ ചിന്തകൾ മാറും. ഈ ആർത്തവ സമയത്ത്, അതായത് പീരീഡ്സ് ടൈമിൽ സ്ത്രീകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക, വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക, അമ്പലങ്ങളിൽ കയറ്റാതിരിക്കുക എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് അത് ശരിയാണെന്നും തെറ്റാണെന്നും പറഞ്ഞ് ഒരുപാട് വാദങ്ങൾ ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്താണെങ്കിലും നടന്നു വരുന്നുണ്ട്. ആർത്തവ സമയത്ത് സ്ത്രീകൾ അശുദ്ധിയുള്ളവരാണ്, സോ അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അശുദ്ധിയുള്ള സമയത്ത്, ആർത്തവ സമയത്ത് വീടിനകത്ത് പോലും കിടത്തില്ല. അവർക്ക് പ്രത്യേകം ഒരു മുറി അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഒരു മുറിയിലോട്ട് മാറ്റി കിടത്തും. കട്ടിലിൽ കിടക്കാൻ പാടില്ല, താഴെ പാവിരിച്ച് കിടക്കണം എന്നുള്ള ഒരുപാട് 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 എന്താ പറയുക വിവരമില്ലായ്മകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാറി വരാനുള്ള മെയിൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരുപാട് പെൺകുട്ടികളിലേക്ക് അത് എത്തിച്ചേർന്നു. ഇതിങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല, നമ്മൾ കണ്ടത് മാത്രമല്ല ലോകം, അതിൻ്റെ വെളിയിലോട്ട് ഒരുപാട് ലോകമുണ്ട്, ഇത് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഇതൊക്കെ വന്നതോടുകൂടി അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ചില മതങ്ങളുണ്ട്, അതായത് ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദു മതത്തിൽ തന്നെ ആണെങ്കിലും അമ്പലത്തിൽ ആർത്തവ സമയത്ത് പീരീഡ് ടൈമിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു വിശ്വാസമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. പക്ഷെ ഞാനിത് പറയാനുണ്ടായ കാര്യത്തിലോട്ട് ആദ്യം കിടക്കാം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. സാത്താൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ, ഒരു പേജിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോ ഹാൻഡിൽ ചെയ്യുന്ന ആ പയ്യൻ്റെ കസിൻസിനുണ്ടായ ചെറിയൊരു അനുഭവത്തെക്കുറിച്ചാണ്. അവരുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആ ഒരു പെൺകുട്ടിക്ക് സ്വന്തം ഹൗസ് വാമിങ്ങിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആർത്തവ സമയത്ത് മാറി നിൽക്കേണ്ടി വന്നു. പിന്നെ ഒരു കുട്ടിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, ആർത്തവ സമയത്ത് മാറി നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പയ്യനായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ആർത്തവ സമയത്ത് എന്താണ് ഇങ്ങനെ കയറാൻ പറ്റാത്തത്, അത് അതിൻ്റെ ലോജിക്ക് എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സാത്താൻ മീഡിയ സാത്താൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ചാനലും കൂടി ഈ പയ്യനുണ്ട്. ആ ചാനലിലാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ആ പയ്യനിട്ട ആദ്യമിട്ട ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ബാക്കി സംസാരിക്കാം. 2 ആഴ്ച മുന്നേ എന്റെ ഒരു പെങ്ങളുടെ വീടിന്റെ പാലുകാച്ചായിരുന്നു. അപ്പം പാലുകാച്ചിന്റെ സമയത്തും അതേപോലെ ഈ പൂജ നടക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഈ ഒരു വീടിന്റെ പരിസരത്തോടെ വരാൻ പാടില്ല ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അവളെയും കൂടെ എന്താ വിളിച്ചോണ്ട് വന്നാൽ അവളുടെയും കൂടെ വീടെല്ലാം ചോദിച്ച സമയത്ത് പറയാം അവൾ പീരീഡ്സ് ആണ്. ഞാൻ പറഞ്ഞ പീരീഡ്സ് ആണെങ്കിൽ ഇപ്പൊ എന്താ ആ സമയത്തല്ലേ ഇവിടെ ചേർത്ത് നിൽക്കണം, നിങ്ങൾ ഇത്രയും വീട് നിങ്ങൾ കാണിക്കില്ലെന്ന് പറഞ്ഞാൽ പറയാം നീ എന്തൊരു മണ്ടനാണ്, നീ എന്തൊരു പൊട്ടനാണ്, ഇത്തരം ഇവരൊക്കെ വിളിച്ച് പറയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തി. അതിനുശേഷം മറ്റൊരു പെങ്ങൾക്കാണെങ്കിൽ അവർക്ക് ഇതുപോലെ ആണെങ്കിൽ അമ്പലത്തിൽ ഞങ്ങളുടെ ഉത്സവം നടക്കുന്ന സമയത്ത് അമ്പലത്തിലേക്ക് വരുന്നില്ല ചോദിച്ച സമയത്ത് പറഞ്ഞു ഇല്ല വരുന്നില്ല എനിക്കിപ്പോൾ പീരീഡ്സ് ആണെന്ന്. ഓക്കെ, ഈ അമ്പലത്തിലൊക്കെ ഒന്ന് കയറാൻ പാടില്ല ഈ ആൾക്കാർ നമ്മുടെ ഈ സൊസൈറ്റി മണ്ടത്തരം പറയുന്നത് എന്തുവാണ്, പെൺകുട്ടികൾ ഈ പീരീഡ് സമയത്ത് അശുദ്ധി ആയതുകൊണ്ടാണ് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അശുദ്ധിയാണെന്നല്ലേ. ഇതുപോലെ ഓരോ പെൺകുട്ടികളും അശുദ്ധി ആയതിന്റെ പേരിലാണ് ഇന്ന് അവർ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറയാനെ കൊണ്ട് ഇന്ന് ഇവിടെ ഓരോ ആളുകളും ജനിച്ചു നിൽക്കുന്നത്. സോ ഇനി നിങ്ങൾ പറ, അമ്പലത്തിൽ പീരീഡ്സ് ഉള്ള സമയത്ത് പെൺകുട്ടികൾ കയറാൻ പാടില്ല, അശുദ്ധിയാണോ ഇപ്പോൾ? അതിപ്പോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ആർത്തവം അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് പറയുന്ന ഈ സംഭവം എല്ലാ പെൺകുട്ടികൾക്കും വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതല്ല, അതൊരു അശുദ്ധിയുടെ ഒരു ഇതിലാണ് കാഴ്ചപ്പാടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അശുദ്ധിയായിരിക്കും. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ കാഴ്ചപ്പാടാണ്, ആളുകളുടെ കാഴ്ചപ്പാടാണ് ഇത് അശുദ്ധിയാണോ നല്ലതാണോ അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു പെൺകുട്ടികൾക്ക് വരുന്നതാണോ, ജനിച്ചു വീഴുന്ന ഏത് പെൺകുട്ടികൾക്കും ഒരു നിശ്ചിത സമയത്തിന് ശേഷം വരുന്നൊരു സംഭവമാണെന്ന് മനസ്സിലാക്കുന്ന 2 രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. മെയിനായിട്ടും ഇത് കാഴ്ചപ്പാടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് അശുദ്ധിയാണോ അല്ല അശുദ്ധി അല്ലേ എന്നുള്ളത് കാഴ്ചപ്പാടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി പയ്യന് തോന്നിയ സംശയം എനിക്ക് തോന്നുന്നുണ്ട്, പെൺകുട്ടികളുടെ ഈ പീരീഡ്സ് ടൈമിൽ ഈ ആർത്തവ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അമ്പലത്തിൽ കയറ്റുന്നില്ല എന്നുള്ള സംശയം എനിക്കും തോന്നിയിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പലരോടും ചോദിച്ചു, പല റിസർച്ചും നടത്തിയിട്ട് എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചവർക്ക് ഇത് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. അപ്പൊ ഇത് അറിയാവുന്നവർ എന്തുകൊണ്ട് ആ സമയത്ത് സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റുന്നില്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്യാൻ, മറ്റുള്ളവർക്കും കൂടി അറിയാത്തവർക്കും കൂടി ആ ഒരു അറിവ് കിട്ടുമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് ഈ ബ്ലഡും യൂറിനൊക്കെ ആയിട്ട് വെളിയിലോട്ട് വരുമല്ലോ, സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ അത് ശരീരത്തെ മൊത്തം എന്താ പറയുന്ന ഒരു അശുദ്ധിയിലോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അമ്പലത്തിലോട്ട് കയറ്റുന്നില്ല, അതുകൊണ്ട് അമ്പലത്തിൽ വരണ്ട എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് സ്ത്രീകളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യമുള്ളതും ഡിസ്റ്റർബിങ് മൈൻഡായിരിക്കും. അപ്പം
മനസ്സ് ശുദ്ധമല്ലാത്തത് കൊണ്ടും കൂടിയാണ് അമ്പലത്തിൽ കയറ്റാത്തതെന്നാണ്. പിന്നെ വേറെ കുറേ ആളുകൾ പറയുന്നത് പണ്ട് പോലെ അങ്ങനെ ചെയ്യുന്നു, ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇതിപ്പം എന്തായാലും ഇതൊരു കൺവിൻസിങ് ആയിട്ടുള്ള ആൻസർ അല്ല ഇത് മൂന്നും. അപ്പം മതപരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചകഞ്ഞ് അതിൻ്റെ ലോജിക്കൊക്കെ തപ്പി പോകണമെങ്കിൽ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുമ്പോൾ സോ അതിന് പോകാതിരിക്കുന്നതൊക്കെ നല്ലത്. അപ്പോൾ എന്തായാലും ഈ പയ്യൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. കമൻറ്റ് ഇട്ടിരിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണി ആവൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, നമുക്കറിയാമല്ലോ കുരുതി സിനിമയിലൊക്കെ വിളിച്ചിട്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല ഫെയിം ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് ആ കുട്ടിയുടെ അമ്മയാണ്. ആ അമ്മയാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. കമൻറ്റ് ഇട്ടത് ഈ പയ്യൻ ഇവരെ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു അടുപ്പം കൊള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം ഇവർ ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കമൻറ്റ് എന്താണെന്ന് ഞാൻ വായിക്കാം. തിരിച്ച ഒരു ചോദ്യം, മൂത്രമൊഴിച്ച പാൻറ്റീസ് ഇട്ട് സഹോദരൻ അമ്പലത്തിൽ കയറുമോ? കയറുമെന്നാണെങ്കിൽ ഒന്നും പറയാനില്ല. ആ പയ്യനിട്ട വീഡിയോയുടെ അടിയിൽ ആ ചേച്ചി വന്നിട്ടിട്ട കമൻറ്റാണ്. ആവണി ആവൂസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മ വന്നിട്ട കമൻറ്റാണിത്. അപ്പം എനിക്ക് ഈ ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളോട്ട് നടക്കാം. ഇപ്പോൾ ഈ മൂത്രമൊഴിച്ച പാൻറ്റീസ് ഇട്ട് നമ്മൾ വീടിനെ പുറത്തോട്ട് പോലും ഇറങ്ങില്ല, പിന്നെ ആരെങ്കിലും അമ്പലത്തിൽ പോകും. അപ്പോൾ അത് ചോദ്യം തന്നെ തെറ്റാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ കമൻറ്റ് ഇട്ടതിന് ശേഷം ആ പയ്യൻ അവൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള സാത്താൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ അവൻ്റെ യൂട്യൂബ് ചാനലിന് ഇതിനെ വെച്ച് പ്രതികരിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ നിലപാടിൽ തന്നെ അവൻ ഉറച്ചു നിൽക്കുന്നു, ഇങ്ങനെ പെൺകുട്ടികളെ കയറ്റാതിരിക്കുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കമൻറ്റും കൂടി ഉൾപ്പെടുത്തി അവൻ ആ വീഡിയോ ചെയ്തത് കൊണ്ട് ആ ചേച്ചീനെ അത് പ്രലോഭിപ്പിച്ചു. എന്താണോ ചേച്ചിക്ക് ദേഷ്യം വന്നത് കൊണ്ട് ആ പയ്യൻ്റെ ഇൻബോക്സിൽ പോയിട്ട് ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പയ്യനോട് ഇതിനെക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ നമുക്ക് കേട്ടു നോക്കാം. അവൻ അത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കാം. മോൻ പറഞ്ഞതിൽ ഒരു തെറ്റെന്താ അറിയോ? പീരീഡ്സ് ആവുന്ന എല്ലാ ആൾക്കാർക്കും പ്രത്യുൽപാദന ശേഷി ഉണ്ടാവണമെന്നില്ല. അത് അണ്ടവും ബീജവും ചേരുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പിന്നെ സാധാരണ രീതിയിലുള്ള പീരീഡ്സും പ്രഗ്നൻസിയിൽ പീരീഡ്സ് ഇല്ല കേട്ടോ. പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഡെലിവറിക്ക് ശേഷമാണ് ഒന്നിച്ച് ബ്ലഡ് പുറത്തു പോയും അതിന് ശേഷം കുറച്ച് ദിവസം പീരീഡ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിക്ക് അറിയണത്ര ഒരു ആൺകുട്ടിക്ക് അറിയാൻ ചാൻസ് ഇല്ല. കാരണം അനുഭവത്തിൻ്റെ ഒരു അറിവല്ലായിരിക്കുമല്ലോ, പറഞ്ഞു കേട്ട അറിവുണ്ട്. ചേച്ചിയുടെ പറഞ്ഞ അവസാനത്തെ ആ കാര്യം, അനുഭവിച്ചറിയുന്ന അറിവിനേക്കാൾ വലുതല്ലല്ലോ കേട്ടറിവ് എന്നുള്ളത്. നമ്മൾ ഈ ആൺകുട്ടികൾ ഈ പീരീഡ്സിനെ പറ്റിയോ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പം ആൺകുട്ടികൾ ഇതൊന്നും അറിയേണ്ട കാര്യമല്ല, നിങ്ങളൊക്കെ മാറി നിൽക്കുക, നിങ്ങൾ കേൾക്കേണ്ട കാര്യമല്ല, നിങ്ങൾ ചോദിക്കുന്നത് തന്നെ തെറ്റാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മുടെ സമൂഹമാണ് ഇതിനെക്കുറിച്ച് അറിവ് നമുക്ക് തരാതിരുന്നത്. ഇത് എന്താണ്, ഇത് എന്ത് സംഭവമാണ്, എന്താണെന്നൊന്നും, ഇതൊരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്, ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു തരാതിരുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ്. നമ്മൾ പണ്ട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ തട്ടിമുട്ടി എന്നൊക്കെ പറയും. പക്ഷെ അതെങ്ങനെയല്ല. നമ്മുടെ ഈ പെൺകുട്ടികളായിട്ടുള്ള എല്ലാവർക്കും ശരീരത്തിൽ സംഭവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അത് ഈ ഒരു അറിവ് കേടിലോട്ട് വരില്ലായിരുന്നു. പിന്നെ പെൺകുട്ടികളുടെ കാര്യം, ലോകത്തിലൂടെ അറിഞ്ഞിട്ടുള്ള പെൺകുട്ടികളുടെ കാര്യം, പെൺകുട്ടികൾക്ക് ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയാവുന്ന എന്തോരം പെൺകുട്ടികളുണ്ട്. വളരെ ചുരുക്കം പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിവുള്ളവർ. അല്ലാതെ അവരിങ്ങനെ വരുന്നു, സംഭവിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിവുള്ള പെൺകുട്ടികളും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ എനിക്ക് ഇപ്പം തോന്നുന്നത്, ഇപ്പം നമ്മുടെ ഈ ജനറേഷനിലെ കുട്ടികൾക്ക് ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരുപാട് പേരൻസ് കുട്ടികൾക്ക് ഇപ്പം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെറുതിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് പീരീഡ്സ്, എപ്പോഴാണ് അത് വരുന്നത്, എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇപ്പം ചില പേരൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ചേച്ചി പറഞ്ഞ ആ ഒരു അവസാനത്തെ പോയിന്റിൽ എനിക്ക് അത്ര ഇത് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബാക്കി കേട്ട് നോക്കാം. നിനക്ക് ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളില്ലേ, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം നിൻ്റെ അച്ഛൻ, അമ്മ, പെങ്ങള്, പിന്നെ ലവർ, അനിയത്തി, ഭാവിയിൽ കല്യാണം കഴിഞ്ഞ കുഞ്ഞ്, ഇവർക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരിക്കലും മാറാത്ത ഒരു സംഭവം വരുമ്പോൾ നിനക്ക് ഈ ചിന്തകൾ മാറും. ഇത് നിനക്കിപ്പോൾ പ്രായത്തിലാണ്, ചെറിയ പ്രായം അല്ലേ, ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും, സ്വാഭാവികമാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊരു 10-35 വയസ്സ് ആകുമ്പോൾ നീ ഇതേപോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നീ പറഞ്ഞത് റൈറ്റ്. കാരണം അനുഭവങ്ങൾ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നെഗറ്റീവ് എനർജി ഉള്ള പോലെ തന്നെ പോസിറ്റീവ്. അത് കൊള്ളാം ചേച്ചി. ആ പറഞ്ഞതിനോട് എനിക്ക് ഒരു യോജിപ്പുള്ളൂ. ചേച്ചി ഏതാണ്ട് അവനെ പ്രാഗി ശപിച്ച് പറഞ്ഞതുപോലെ ആയിപ്പോയല്ലോ. ഇപ്പം എന്നെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ വിഷമം വരുന്നത് എൻ്റെ വീട്ടുകാരെ, എൻ്റെ അനിയനെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തക്കാരെ, എന്നുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ പറയുമ്പോഴാണ് നമുക്ക് കൂടുതലും അത് വേദന ഹേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ഇപ്പം അവൻ്റെ ആ ചെറുക്കൻ്റെ വീട്ടുകാരെ, അച്ഛനെയും അമ്മയും മക്കളുണ്ടാകാൻ പോണ മക്കളെയും ഭാര്യനെയും ഇതൊക്കെ പറഞ്ഞത് ആ ഒരു ശാപവാക്കുകളോട് പറഞ്ഞത് അത് ഒട്ടും ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ചേച്ചി ഇപ്പോൾ ഒരു കണ്ടന്റ് ചെയ്ത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞാൻ വന്നിട്ട് പറയുമോ, നിന്റെ കണ്ടന്റ് നിന്റെ വീട്ടുകാരും നിന്റെ ഭർത്താവും മക്കളും എല്ലാം മുടിഞ്ഞു പോകും എന്ന് പറയുകയാണെങ്കിൽ ചേച്ചിക്ക് അത് എന്തുമാത്രം ഫീൽ ചെയ്യും? അതുപോലെ തന്നെ അല്ലേ ആ പയ്യനും ഫീൽ ചെയ്യുന്നത്. അതും പോട്ടെ, ഇപ്പം ചേച്ചിയുടെ ആരെങ്കിലും
ക്ലോസ് റിലേറ്റീവിന് ഒരു ആക്സിഡന്റ് പറ്റി. അപ്പോൾ വേറെ ആൾ വന്നിട്ട് പറയും, നിന്റെ അന്നത്തെ ആ ചെയ്ത്തിന്റെ ഫലമാണ് നിനക്ക് നിന്റെ ഭർത്താവിനോ അല്ല നിന്റെ ആ റിലേറ്റീവിനോ ഇങ്ങനെ പറ്റിയത് എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് എന്തുമാത്രം അത് വേദന എടുക്കും. അത് തന്നെയാണ് ആ പയ്യനും ഉണ്ടാകുന്ന വേദന ചേച്ചി. ഇപ്പം എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ പറഞ്ഞത് ഈ ഒരു ശാപവാക്കുകളോടെ അവൻ്റെ വീട്ടുകാരെയും അവൻ്റെ സ്വന്തക്കാരെയും അവൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ പറഞ്ഞത് വളരെ മോശമായി. അതൊരു നല്ലൊരു വ്യക്തിത്വമാണെന്ന് എനിക്ക് കേട്ടിട്ട് തോന്നുന്നില്ല. എന്തായാലും ബാക്കിയോട് കേട്ട് നോക്കാം. അതുപോലെ ദൈവം ഉണ്ടെങ്കിൽ എന്താണ് പിശാചും ഉണ്ടാവും പറഞ്ഞ പോലെ തന്നെയാണ്. അത് നല്ല മനുഷ്യനുണ്ട്, മോശം മനുഷ്യനുണ്ട്. അതാണ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. വിദ്യാഭ്യാസമുണ്ട്, 2024 എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം. ഞാനിപ്പോൾ പ്രതികരിക്കാത്തത് ഇപ്പോൾ ചെറിയ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കാത്തത്. ഇതൊക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു പ്രതികരണമായിട്ട് വരുന്നുണ്ട്. എന്നോട് വാശി തീർക്കാൻ വേണ്ടിയിട്ട് പ്രതികരിക്കരുത്, കുറച്ച് ഇരുന്ന് ആലോചിക്കാം. കാരണം ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് ഭയങ്കര എന്താണ് പറയുക, മോശം എന്തോ വരാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോൻ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം മോൻ നല്ല, ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നപ്പോൾ കണ്ടു, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല വെൽ ആളാണ്. നിനക്കൊരു പൊസിഷനിൽ എത്തണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നീ ഈ ഒരു ചിന്ത മാറ്റി കഴിഞ്ഞാൽ നീ നല്ലതിലെത്തും. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ 100% 100% ഞാൻ പറയുകയാണ്, നീ ഒരു കാലത്തും ഒരു ഗുണം പിടിക്കൂല. ഞാൻ ഉറപ്പ് പറയണം. ഞാൻ ഈ പറഞ്ഞ വോയിസ് എഴുതി വെച്ചോ. ഒരു കാലത്ത് ഒരു ഗുണം പിടിക്കില്ല. കാരണം ദൈവത്തിന് നിന്ദിക്കുന്നവർ ഒരിടത്ത് എത്തൂല. നീ നല്ല കർമ്മം ചെയ്ത് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് നല്ലതേ വരുള്ളൂ. നീ മോശം ചെയ്തതിന് മറ്റുള്ളവരെ മോശം ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിനക്ക് ഒരു കാലത്തും ഒരു ഗതിയും പിടിക്കില്ല എന്ന് പറഞ്ഞത് ഒരു ഗതിയും പിടിക്കില്ല. സോഷ്യൽ മീഡിയയിൽ 1 മില്യൺ 2 മില്യൺ ആവണതല്ല ജീവിതത്തിൽ വലിയ കാര്യം. ഇത് എന്തൊരു ബ്രാക്കാ എൻ്റെ ചേച്ചി. അവൻ നശിച്ചു പോട്ടെ. അവൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും മൊത്തം ബ്രാഗിയിട്ട് പറയുക, നിനക്ക് അങ്ങനെയൊന്നും വരാതെ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. എന്നിട്ട് അവസാനം പറയുക, നിനക്ക് നീ നന്നാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഈ എൻ്റെ പൊന്നോ എന്നാ ചേച്ചി പറയുന്നത്? അവൻ എന്നാ ചെയ്തേ? ആ പയ്യൻ എന്നാ ചെയ്തേ? ഈ ആർത്തവ സമയത്ത് പെൺകുട്ടികളെ എന്തുകൊണ്ട് അമ്പലത്തിൽ കയറ്റുന്നില്ല എന്ന് അവൻ കാര്യം അവൻ വന്നിട്ട് ചോദിച്ചു. അത്രയേ ഉള്ളൂ. അവൻ്റെ ഒരു സംശയം, മതപരമായിട്ടുള്ളൊരു സംശയം അവൻ ചോദിച്ചു. ചേച്ചീനെ അത് ചോദിപ്പിച്ചു. ഇനി അവൻ ചേച്ചീനെ മാത്രം ഇത് കുറ്റം പറയാൻ പറ്റില്ല. ഈ സമൂഹത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ചേച്ചി. സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ എല്ലാം കൂടി തലയിൽ കയറ്റിയിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചേച്ചി പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലേ? അപ്പം അവനോടൊരു സംശയമല്ലേ അവൻ ചോദിച്ചത്. അതിലിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അവൻ്റെ വീട്ടുകാരെയും അവനെയും നന്നാവത്തില്ല, മാറ്റുന്നൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ പയ്യൻ അവൻ്റെതായ ഒരു സംശയമല്ലേ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അത് എവിടെയാണെങ്കിലും ഒന്ന് രേഖപ്പെടുത്തിയത്. ചേച്ചി ആ പറഞ്ഞതും അവനെ ശപിച്ചതും അവൻ്റെ വീട്ടുകാരെ പറഞ്ഞതൊന്നും ഒട്ടും ശരിയായിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചേച്ചിക്ക് ഈ കാര്യത്തിൽ ചേച്ചിയുടെ അഭിപ്രായം വളരെ വ്യക്തമായിട്ടും വളരെ മാന്യമായിട്ടും പറയാറുണ്ട്. ഇപ്പോൾ അവൻ്റെ വീട്ടുകാരെയും അവൻ്റെ മൊത്തം ആളുകളെയും ശപിക്കുന്ന രീതിയിലും അവരെയൊക്കെ പ്രാഗി അവർക്ക് എന്തെങ്കിലും വരട്ടെ, നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിലും പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ചേച്ചിയുടെ അഭിപ്രായം വ്യക്തമായിട്ട് വളരെ മാന്യമായിട്ട് രേഖപ്പെടുത്താവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചേച്ചി എന്നാ ചെയ്തത്? ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയല്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ അഭിപ്രായം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ ആർത്തവ സമയത്ത് പെൺകുട്ടികളെ അമ്പലത്തിൽ കയറ്റാത്തതിൻ്റെ വ്യക്തമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മതപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അമ്പലത്തിൽ ഈ ആർത്തവ സമയത്ത് പോവുകയോ പോകാതിരിക്കുക അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള, നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കണം, വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ പറയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർത്തവം എന്ന് പറയുന്നത് ഇത് വന്നയാൾക്കും അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ആ വന്നയാളുടെ അമ്മയ്ക്കും മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ അമ്പലത്തിലുള്ളവർ പറയും ആർത്തവമുള്ളവർ ഇങ്ങോട്ട് കയറത്തില്ല. ഓക്കെ, സമ്മതിച്ചു. ഈ ആർത്തവമുള്ളൊരു കുട്ടി ഈ അമ്പലത്തിലോട്ട് വരുമ്പോൾ പറഞ്ഞുകൊണ്ടാണോ വരുന്നത് എനിക്ക് പീരീഡ്സ് ടൈമാണ് എന്നും പറഞ്ഞല്ലോ തന്നെ. അവർക്കിപ്പം ആ സമയത്ത് കയറണം. കാരണം ഞാൻ ആർത്തവ സമയത്തൊന്ന് കയറിയാൽ എന്താ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു കുട്ടി കയറിയാലോ? അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അവർ തീരുമാനിക്കുന്നു എനിക്ക് കയറണം, അല്ലെ അവർ തീരുമാനിക്കുന്നു ഈ സമയത്ത് ഞാൻ പോകുന്നില്ല, എനിക്ക് ഇച്ചിരി അശുദ്ധിയുണ്ട്, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരാൾ തീരുമാനിച്ചു വെച്ചിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ഒരിക്കലും ഒരാളുടെ മേളിലോട്ട് അടിച്ചേൽപ്പിക്കരുത്. ഒരാളുടെ വിശ്വാസമോ അല്ലെങ്കിൽ ആ ഒരു ചടങ്ങുകളൊന്നും ഒരാളുടെ മേളിലോട്ട് അടിച്ചേൽപ്പിക്കരുത്. ഈ യൂട്യൂബർ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം അതിനടിയിൽ വന്നൊരു കമൻറ്റാണ്, സ്വന്തം അച്ഛൻ്റെ ചടങ്ങിൽ, മരിച്ച ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു കുട്ടി വന്ന് അതിനിടയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഈ ആർത്തവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ മരണച്ചടങ്ങിൽ ഈ കുട്ടിയെ പങ്കെടുപ്പിച്ചില്ല. ഒരു എന്താ പറയുക, ഒന്നും അച്ഛനെ അവസാനമായിട്ട് കണ്ടൊന്ന് കൈ കൂപ്പാൻ പോലും ആ കുട്ടിയെ സമ്മതിപ്പിച്ചില്ല. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഈ ആർത്തവത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ആളെ ദ്രോഹിക്കുന്ന പരിപാടിയോട് എനിക്ക് ഒരിക്കലും ഒരു യോജിപ്പില്ല. പിന്നെ അമ്പലത്തിൽ കയറണം കയറാതിരിക്കുന്നതൊക്കെ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ, പോകണമെന്നുണ്ടെങ്കിൽ അയാൾ പോട്ടെ, പോകണ്ടെന്നുണ്ടെങ്കിൽ പോകണം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഉള്ളൊരു വ്യക്തി, ഈ ആർത്തവം ഉള്ളൊരു വ്യക്തി അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും അറിയാം, അമ്പലത്തിൽ നിൽക്കുന്ന ആർക്കെങ്കിലും അറിയാമോ ഇവരുടെ ആർത്തവം ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം അത് പോകുന്നോ പോകാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം.
മതപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ലോജിക്ക് തപ്പിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലണ്ടർ ആവും. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം റീസൺ എന്താണെന്ന് എനിക്കും അറിയില്ല, എന്തുകൊണ്ട് കുട്ടികളെ അമ്പലത്തിൽ കയറ്റുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മൊത്തം ഈ വീഡിയോയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.